മുൻകൂട്ടി അറിയിക്കാതെ രാത്രി 1 മണിക്കൂറും അതിലധികവും വൈദ്യുതി മുടങ്ങുന്നത് ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ നിശ്ചലമായതിനെ തുടർന്ന് കിടപ്പ് രോഗി മരിച്ച സംഭവം നാടിനെ ഞെട്ടിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപം കേനാത്ത് പറമ്പ് കലിയങ്കണ്ടത്ത് വീട്ടിൽ എം കൃഷ്ണനാണ് മരിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ സഹായത്തോടെ വീട്ടിലേക്ക് മാറ്റിയത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ വൈദ്യുതി തടസ്സപ്പെടുകയായിരുന്നു. ഓക്സിജൻ കോൺസെൻട്രേറ്റർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഓക്സിജൻ സിലിണ്ടർ പോലെ റീഫിൽ ചെയ്യേണ്ട. ഇക്കാരണത്താൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. രാത്രിയിൽ 1000 മെഗാവാട്ടിന്റെ വരെ കുറവുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്ന് KSEB വൃത്തങ്ങൾ പറയുന്നു. അതിനോട് സർക്കാരിനോട് യോജിപ്പില്ല. 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നുവെന്നും UDF വന്നതോടെ ഇരുട്ടിലായെന്നുമുള്ള പ്രചാരണം സജീവമായ സാഹചര്യത്തിലാണ് ഇത്. മുൻകാലങ്ങളിൽ വൈദ്യുതി മുടക്കം കൃത്യമായി സമയം നിശ്ചയിച്ചായിരുന്നു. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴ കുറഞ്ഞതോടെ രാജ്യത്താകെ ജലവൈദ്യുത ഉൽപാദനത്തിൽ 22% കുറവുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി അധികമായി വാങ്ങാൻ കിട്ടുന്നില്ല. ചീമേനിയിൽ ആണവ വൈദ്യുത നിലയം സ്ഥാപിക്കണമെന്ന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ നിർദ്ദേശത്തോട് പ്രതിപക്ഷത്തിന് യോജിപ്പില്ല. എളുപ്പമല്ലെന്നും സമൂഹത്തിൽ നിന്ന് എതിർപ്പുയരുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പ്രതികരിച്ചു. 2027 ജനുവരി 1 മുതൽ 2031 വരെ 300 മെഗാവാട്ട് വീതം വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ ഇന്നലെ അനുമതി നൽകി. NTPC അടക്കം 2 കമ്പനികളിൽ നിന്ന് 100 മെഗാവാട്ട് വീതം ആകെ 200 മെഗാവാട്ട് വൈദ്യുതി യൂണിറ്റിന് 5.98 രൂപ നിരക്കിൽ മുഴുവൻ സമയവും 1 വർഷത്തേക്ക് വാങ്ങാനും നടപടി തുടങ്ങി. ഇതിനുള്ള അപേക്ഷയിൽ കമ്മീഷൻ ഇന്ന് തെളിവെടുപ്പ് നടത്തും. ദീർഘകാല നടപടികളിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂവെന്നും ഫുട്ബോൾ ഫൈനൽ ദിവസം വൈദ്യുതി മുടങ്ങാതിരിക്കാൻ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും വൈദ്യുത മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.